ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മലയെ ഈ വീട്ടിൽ നിർത്താൻ പാടില്ല, ഈ രാജ്യത്ത് തന്നെ നിർമ്മല ഉണ്ടാവാൻ പാടില്ല ഗോപിയേട്ടാ. എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും നിർമ്മലയെ ഈ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കണം. ഈ പറയുന്ന ജോത്സൻ്റെ വീട്ടിൽ ഒരിക്കലും നിൽക്കരുതെന്ന ആ നിർദ്ദേശം ഗോപിക്ക് കൊടുക്കുമ്പോൾ ശരി, ഞാൻ നാളെ പോയേക്കാം എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം നിർമ്മലയാണ് കാണിക്കുന്നത്. ജോത്സൻ വന്നിരിക്കുകയാണ്. ജോത്സൻ്റെ അടുത്തോട്ട് നിർമ്മല വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഞാനുണ്ടാക്കിയ ഭക്ഷണമാണ്, ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ജോത്സ്യൻ പറയണേ, എനിക്കെൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാദ് എന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയുടെ കൈപുണ്യം ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ജോത്സ്യൻ അത് കഴിക്കുമ്പോൾ ഉടൻ തന്നെ ജോത്സ്യൻ പറയണേ, അടിപൊളി ഭക്ഷണം, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം നിന്നിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഞാനൊരു കാര്യം പറഞ്ഞാൽ ജോത്സ്യനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ജോത്സ്യന് മറ്റുള്ളവരുടെയൊക്കെ ജീവിതം എങ്ങനെയാവുമെന്ന് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടുമോ, എൻ്റെ മകൻ ഞാനാണ് അമ്മ എന്നുള്ള സത്യം തിരിച്ചറിയുമോ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇനി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന, ആ ആവശ്യമില്ലാത്ത കാര്യം നീ വിട്ടേക്ക്. ഇനി ഗൗതമിൻ്റെ കാര്യം വെറുതെ പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന നിർമ്മല ഓക്കെ ശരി എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. പിന്നീട് ഗൗതമിനെയാണ് കാണിക്കുന്നത്. രാത്രിയായി, എന്താ ഈ നിധി വരാത്ത, എത്ര നേരമായി നിധിയെ കാണുന്നില്ലല്ലോ, നിധി എങ്ങോട്ടേക്ക് പോയി എന്ന ആ ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി ഇങ്ങനെ കടന്നു വരെ ഒരു ഗ്ലാസ് പാലുമായാണ് നിധി വരുന്നത്. അങ്ങനെ നിധി ഗൗതമിന് പാല് കൊടുക്കുമ്പോൾ, എന്താടോ ഇന്ന് തന്നെ വഴുകിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഈശ്വര എങ്ങനെയെങ്കിലും നിർമ്മലാൻ്റിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം. അവരുടെ ആഗ്രഹം അവരുടെ മകനെ ഒന്ന് താലോലിക്കുക, അതുപോലെ തന്നെ അവരുടെ മകനക്ക് വേണ്ട ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയല്ലേ അവരുടെ ആഗ്രഹം നിറവേറ്റാൻ എന്താ വഴി? ഈ വീട്ടിലെ അടുക്കളക്കാരി ഞാൻ കൊണ്ടുവന്നാൽ തീർച്ചയായും എല്ലാവരും എൻ്റെ നേർക്ക് വിരൽ ചൂണ്ട്, പ്രത്യേകിച്ച് പാർവതി എന്നെ വെറുക്കും. അതുകൊണ്ട് തന്നെ ഗൗതം തന്നെയാണ് വഴി എന്ന് ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഗൗതം പറയണേ, നീ എന്താടോ ഇത്രയില്ലാതെ ആലോചിക്കുന്നത്, ഇത്രയില്ലാത്ത തിരക്ക് പിടിച്ച പണി എനിക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചുടൻ തന്നെ അവിടെ നിധി പറയണേ, അതെ എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു, വീട്ടിലെ വേലയെല്ലാം ചെയ്തു, ഞാൻ മടുത്തു. എന്ത് വേല എന്ന് ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തം എനിക്കല്ലേ, അടുക്കളയിലെ പണി ചെയ്യണം, അടിക്കണം, തൂക്കണം, അതുപോലെ കേബിള്, ഗ്യാസ്, മറ്റുള്ള പച്ചക്കറി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം. മൊത്തത്തിൽ മനുഷ്യൻ്റെ ദേഹം മുഴുവൻ വേദനയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗൗതം, അതിനിപ്പോൾ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, പാറു പറഞ്ഞതുപോലെ നീ ഒരു അമ്മയായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ, അമ്മയായി എന്ന് കരുതിയിട്ട് ഒരിക്കലും ഈ വീട്ടിലെ പണികൾ ചെയ്യേണ്ട എന്നുണ്ടോ ഗൗതം, ഒന്ന് പോയേ എന്നിങ്ങനെ പറയാനേട്ടോ. എന്നാൽ ഈ സമയം ഗൗതമിന് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഗൗതമനോട് പറയുന്നത് ഈ വീട്ടിലൊരു വേലക്കാരി വേണമെന്നുള്ള ആ ഒരു നിർദ്ദേശം നിധി മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം അതങ്ങ് കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, ഇങ്ങനെ ഇക്കാര്യം എന്തായാലും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. ശിവാനിയും ഈ പറയുന്ന പ്രണവും കൂടി തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഈ നാട് മുഴുവൻ ഒരു കോഫി ഷോപ്പ് ഇടുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക. അവർക്കൊക്കെ സന്തോഷമാവും, നിൻ്റെ പേരും കൂടി ആകുമ്പോൾ പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പ്രണവ് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പുറത്താണെങ്കിലോ ഗൗതം, ഇന്നലെ രാത്രി ഞാൻ മൊത്തത്തിൽ ചിന്തിച്ചു. അപ്പോൾ ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ ആവശ്യമുണ്ട്. ആ വേലക്കാരിയുടെ ആ ഉത്തരവാദിത്തം ഞാൻ ഇവിടെ എല്ലാവരോടും പറയാൻ പോവാണ് എന്ന് നിധിയോട് പറയുമ്പോൾ നിധി പറയണം, ശരി, നല്ല കാര്യമാണ് ഗൗതം, എല്ലാ പണിയും എന്നെക്കൊണ്ട് തനിയെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നേട്ടാ. അപ്പോൾ അവർ ആ ആവശ്യവുമായി മുന്നോട്ട് വരികയാണ്. ഇതേസമയം യാമിനിയും അതുപോലെ ഈ പറയുന്ന പാറുവും ഇപ്പുറത്ത് വസുന്ധരയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മുന്നിലോട്ടാണ് പ്രണവും ശിവാനിയും കൂടി കയറി വരുന്നത്. അങ്ങനെ പ്രണവും ശിവാനിയും പറയണേ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആൻറ്റി എന്ന് പറയണേ. അമ്മ അച്ഛനും കേൾക്കാൻ കൂടിയാണ് ഇക്കാര്യം പറയുന്നത്. അത് കേട്ടോടെ തന്നെ പാറു പറയണേ, നിനക്ക് എന്തിനാടാ കാര്യം പറയാൻ ഇത്ര വല്ലാത്ത മുഖവര? അതെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോഴേക്കും ഗൗതം എത്തിയിട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കണേ, എന്ത് ബിസിനസ്? ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങാനുള്ള സമയമല്ലല്ലോ, നിന്നെ ഒരു പ്രൊജക്റ്റ്, ഒരു കമ്പനി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നീ നന്നായി ഇതുവരെ കൊണ്ട് നടന്നിട്ടില്ല, എന്നിട്ടാണോ ഇനി വേറൊരു ബിസിനസ് എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രണവിന് ദേഷ്യം പിടിക്കാറ്. അപ്പോൾ തന്നെ ശിവാനി പറയുന്നത്, അതെന്താ ഞങ്ങൾക്ക് വേറെ ബിസിനസ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അത് കേൾക്കുന്ന നിധി പറയാൻ, നിന്നോട് സംസാരിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ വസുന്ധര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നിധി എന്ന് പറയാൻ കേട്ടോ. ഇതേസമയം പ്രണവ് പറയണേ,
എനിക്കൊരു കോഫി ഷോപ്പ് തുടങ്ങണമെന്നുണ്ട്. അതിയായ ആഗ്രഹമാണ്. ഒരുപാട് കോഫി ഷോപ്പുകൾ എനിക്ക് തുടങ്ങണമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഗോപി പറയണേ, എന്താ ഈ നമുക്ക് ഒരുപാട് കമ്പനി ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ഒരു കോഫി ഷോപ്പിൻ്റെ ആ ഒരു ബിസിനസ് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്ത് സംസാരമാണ് എൻ്റെ അങ്കിൾ നിങ്ങൾ സംസാരിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിജയം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അത് കോഫി ഷോപ്പാണ്. എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ചായക്കടയിലാണ് എന്നുള്ളത് മറന്നു എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, എന്ത് ഈ തട്ടുകട പോലെയുള്ള ഷോപ്പുകളാണോ നീ തുടങ്ങുന്നത്? നിൻ്റെ അന്തസ്സിന് നന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയണം, അങ്ങനെയല്ല അമ്മ, അവൻ ഉദ്ദേശിച്ചത് വേറൊരു കോഫി ഷോപ്പാണ് അവൻ ഉദ്ദേശിച്ചത്. അത് നല്ല 5 സ്റ്റാർ ലെവലിലുള്ള ആ ഒരു കോഫി ഷോപ്പാണ്. എങ്കിലും കൂടി എന്ന് പറഞ്ഞിട്ട് ഗൗതം തുടങ്ങുകയാണ്. 15 രൂപയ്ക്ക് ഞാൻ കോഫി കൊടുക്കത്തുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ വസുന്ധര പറയണത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ അവിടെ ഗൗതം പറയണേ, നീ കോഫി ഷോപ്പൊക്കെ തുടങ്ങുന്നത് നന്ന്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്വന്തമായ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനി ആദ്യം വളർന്ന് വലുതാവട്ടെ, എന്നിട്ടാവാം മറ്റുള്ളതിലേക്ക്, അല്ലാതെ കുറേ പണം മുടക്കിയിട്ട് എന്താ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് കോഫി ഷോപ്പ് തുടങ്ങാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഗോപി ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം എനിക്ക് തോന്നാൻ? അതെ, ഈ നിൽക്കുന്ന ശിവാനിയെ ഞാൻ കണ്ടുമുട്ടിയത് ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട് മുഴുവൻ ഒരു കോഫി ഷോപ്പ് എൻ്റെ പേരിൽ, എൻ്റെ ഈ ശിവാനിയുടെ പേരിലിടണം. അതിനുള്ള പേരിട്ടിരിക്കുന്നത് ശിവാനി എന്നാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഇവരൊക്കെ ഞെട്ടിപ്പോവാണ്. ഉടൻ തന്നെ പാറുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എൻ്റെ ഒരു കോഫി ഷോപ്പ്? അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? എനിക്കത് തുടങ്ങണം, ഏകദേശം ഒരു 5 കോടിയോളം രൂപ എനിക്ക് വേണം എന്നുള്ള ആ വാക്കൊക്കെയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം പറയണേ, എൻ്റെ പ്രണവ്, നീ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത സംസാരിക്കുന്നത്, അത് സംസാരിച്ച് കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ തകിടം മറിയും, പിന്നീട് നമ്മുടെ പണമൊക്കെ നഷ്ടമാവും, ദരിദ്രത്തിലോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പാറു പറയുന്നത് ശരിയാണ്, ഇപ്പോൾ ഞാൻ അഞ്ജലി എന്നുള്ള കോഫി ഷോപ്പ് തുടങ്ങേണ്ട ആവശ്യം. അത് കേട്ട ഉടൻ തന്നെ അഞ്ജലിയല്ല, ശിവാനി എന്ന കോഫി ഷോപ്പ് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ശിവാനി പറയണേ, അതെന്താ നിങ്ങൾക്ക് എൻ്റെ പേരിലൊരു കോഫി ഷോപ്പ് തുടങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ പ്രശ്നം? അപ്പോൾ വേറെ ആരുടെയെങ്കിലും പേരിട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നിധി പറയണേ, എന്തിനാ ശിവാനി നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ഈ വീട്ടിൽ വന്നത് മുതൽ ഓരോ പ്രശ്നങ്ങളാണ്. ഇന്നിപ്പോൾ കോഫി ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു, നാളെ വേറെ കാര്യത്തിലായിരിക്കും. എന്താ ശിവാനി നീ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, നീ എന്തിനെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? അത് കേൾക്കുന്ന നിധിയെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ ഗൗതമിന് സൈക്കിളട്ടോ. ഗൗതം പറയണേ, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കണ്ട എന്ന് വസുന്ധരയുടെ മുഖത്തടിച്ച് പറയട്ടോ. നിങ്ങളുടെ ഈ സംസാരം കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ തകർന്നത്. ഈ നിൽക്കുന്ന ശിവാനിയെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കരുതെന്ന് വസുന്ധരയുടെ മുഖത്തടിച്ചിട്ട് ഗൗതം പറയട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോകണേട്ടോ. ഇതേ സമയം പാറു പറയണ അതൊന്നും നടക്കില്ല. അപ്പോഴേക്കും ഗോപി പറയണ, മോനെ ഇപ്പോൾ ബിസിനസ് വളരട്ടെ എന്നിട്ടാവാമെന്ന് പറയണം. അപ്പോൾ ഗൗതം പറയണത് ശരിയാണ്, ബിസിനസ് വളരട്ടെ, അപ്പോഴേക്കും ആവാമെന്ന് പറയണ്ട. അപ്പോഴൊന്നും ശിവാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം പ്രണവ്, നീ ഇപ്പോൾ ഈ കോഫി ഷോപ്പ് തുടങ്ങുന്നതിനല്ല ഇവരുടെ പ്രശ്നം, ആ കോഫി ഷോപ്പിന് എൻ്റെ പേരിടാം എന്ന് പറഞ്ഞതാണ് ഇവർക്ക് പ്രശ്നം. ഇവർക്ക് ആർക്കും എന്നെ കണ്ടുകൂടാ, ഇപ്പോഴും കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, അത് ഇവിടെ ഗൗതമിനും അവകാശമുള്ളതുപോലെ തന്നെ ഇവിടെ പ്രണവിനും അവകാശമുണ്ട്. ആ അവകാശങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ആ അവകാശം കൊണ്ടാണ് ഞങ്ങളൊരു കോഫി ഷോപ്പ് തുടങ്ങുന്നതെന്ന് ചിന്തിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ, എന്തിനാണ് നീ എപ്പോഴും അവകാശത്തിൻ്റെ കണക്ക് പറയുന്നത്? സ്വത്തും അതിലും വേർതിരിക്കാനുള്ള നിൻ്റെ ഈ തത്തപ്പാടുണ്ടല്ലോ, അത് നിർത്തി എന്നിങ്ങനെ നിധി പറയാണ് കേട്ടോ. അപ്പം നിധി ഈ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിച്ച് വീണ്ടും സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ ഗൗതം പറയണത്, നിർത്തിയൊക്കെ ഈ സംസാരം ഇവിടെ വെച്ച് പ്രണവ്, നിനക്കൊരിക്കലും കോഫി ഷോപ്പൊന്നും തുടങ്ങില്ല, നിൻ്റെ ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം, എൻ്റെ പിന്നാലെ വരുന്നോ അത് എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പ്രണവ് നിൽക്കാനിട്ട്. അപ്പോഴേക്കും ശിവാനി പൊട്ടിത്തെറിക്കണം, ഇതെന്ത് ന്യായമാണ്? ഇവിടെ ഒരമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ ഇവർ രണ്ടുപേരും, എന്നിട്ട് എന്താ ഇവന് വേറെ ന്യായം, ഗൗതമിന് വേറെ ന്യായം, ഈ നിൽക്കുന്ന പ്രണവിന് വേറൊരു ന്യായം. ഗൗതം ഏത് ബിസിനസ് തുടങ്ങിയാലും ആർക്കൊരു കുറ്റമില്ല. അപ്പോൾ ഉടനെ തന്നെ പാറു പറയണ, ഗൗതമിൻ്റെ പോലെയല്ല പ്രണവിന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി പരിചയമൊന്നുമില്ല, ജീവിതത്തിൽ ആദ്യമായാണ് അവൻ അക്കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നീ അത് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന ശിവാനിക്ക്. അങ്ങനെ ഗൗതം പറയണേ, ഞാൻ അധികം സംസാരിക്കാൻ നിൽക്കുന്നില്ല, വെറുതെ സംസാരിച്ച് വഷളാവാൻ നിൽക്കാതെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് പോകുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഈ വീട്ടിൽ നിനക്ക് യാതൊരു
യാതൊരുവിധ സ്വത്തിനും മുതലിനോടൊന്നും യാതൊരുവിധ തൊടാനുള്ള അവകാശവും ഇല്ലാതാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. പ്രണവ് ഇന്നെ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ പേര് പറഞ്ഞതിലാണ് ഇവർക്ക് ഇത്ര ദേഷ്യം. എൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരെ ഈ കോഫി ഷോപ്പിനെ അംഗീകരിച്ചിരുന്നു. മൂത്ത മകൻ കോഫി ഷോപ്പ് ഇടുകയാണെങ്കിൽ യാതൊരു കുറ്റവുമില്ല. എന്നാൽ ഇളയ മകൻ എന്ത് ചെയ്താലും തൊട്ടതെല്ലാം തെറ്റി എന്ന് പറയുന്ന ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതെനിക്ക് താങ്ങുന്നില്ല എന്നൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെ എരിപിരി കയറ്റുന്ന വാക്കുകൾ ഇങ്ങനെ ഗൗതം പോയതിനു ശേഷം പ്രണവിൻ്റെ മുന്നിൽ വെച്ച് പറയാനിട്ട്. അങ്ങനെ ശിവാനി മുകളിലോട്ട് അങ്ങ് കയറിപ്പോവാണ്. എന്നാൽ ഈ സമയം പ്രണവ് കൊണ്ടുവന്ന ആ ഫയലുകൾ ഉണ്ടല്ലോ, അതെല്ലാം തൻ്റെ അമ്മയുടെ മുഖത്ത് എറിയുന്നത് പോലെ അങ്ങ് എറിഞ്ഞിട്ട് പോകാനിട്ട്. അത് കാണുന്ന പാറുവിന് ഭയങ്കര സങ്കടമാവാനിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.